നീലക്കടുവ അല്ലെങ്കിൽ ബ്ലൂ ടൈഗർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ ധാരണയിൽ കടുവ എന്ന് പറയുന്നത് ഓറഞ്ച് കളറിൽ കറുപ്പ് വരകളോട് കൂടിയുള്ള ജീവിയാണ്. എന്നാൽ ജീവികളുടെ ലോകത്ത് നീലക്കടുവ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്. അതാരാണെന്നല്ലേ? പറഞ്ഞുതരാം. ഇതാണ് ഞാൻ പറഞ്ഞ നീലക്കടുവ. കേരളത്തിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഒരു ചിത്രശലഭം. 90 മുതൽ 100 മില്ലിമീറ്റർ വരെ ചിറകുകൾക്ക് വലിപ്പമുള്ള വലിയ ശലഭങ്ങളാണിവ. കറുപ്പ് നിറത്തിലുള്ള ചിറകുകളിൽ നീലയോ വെളുത്തതോ ആയ പുള്ളികളും വരകളും ഉള്ള സുന്ദരന്മാരാണിവർ. ഇന്ത്യയിൽ നമ്മുടെ വെസ്റ്റേൺ ഘട്ട്സിലും കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലുമാണ് ഇവരെ ധാരാളമായി കാണുന്നത്. ഈ ശലഭങ്ങളുടെ പ്യൂപ്പ സ്റ്റേജിൽ പുഴുക്കൾ വിഷാംശമുള്ള ചെടികളുടെ വിഭാഗത്തിൽപ്പെടുന്ന മിൽക്ക്വീഡ് എന്ന ചെടിയിൽ നിന്നാണ് ആഹാരം തേടുന്നത്. ഈ ചെടിയിൽ നിന്നുമുള്ള വിഷാംശം പുഴുവിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് പ്രായപൂർത്തിയായി ചിത്രശലഭമായി മാറുമ്പോൾ ഇവയെ മികച്ച പ്രതിരോധശേഷിയുള്ളതും വിഷാംശമുള്ളതുമാക്കുന്നു. ഇങ്ങനെ വിഷാംശമുള്ളത് കൊണ്ട് തന്നെ ഇവയെ പിടിക്കാൻ ഇരപിടിയന്മാരായ പക്ഷികളും ഉരകങ്ങളും മറ്റു മൃഗങ്ങളും ആദ്യമൊന്ന് മടിക്കും. പശ്ചിമഘട്ടത്തിൽ വർഷം തോറും ആയിരക്കണക്കിന് നീലക്കടുവ ശലഭങ്ങൾ മൈഗ്രേഷൻ നടത്താറുണ്ട്. നമ്മുടെ ആറളം വന്യജീവി സങ്കേതത്തിൽ ഇതുപോലെ ദേശാടനം നടത്തി നീലക്കടുവ ശലഭങ്ങൾ വലിയ കൂട്ടങ്ങളായി എത്തിച്ചേരാറുണ്ട്. ശരിക്കും ആ കാഴ്ച നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇങ്ങനെ ശലഭങ്ങളുടെ ദേശാടനത്തിലൂടെ അനേകം കാട്ടുചെടികൾക്ക് പരാഗണം നടത്തുവാൻ സാധിക്കും. ആയിരക്കണക്കിന് ശലഭങ്ങൾ ചെടികളിൽ വന്നിരിക്കുന്നതിൻ്റെയും ശലഭങ്ങളുടെ ദേശാടനത്തിൻ്റെയും കാഴ്ചകൾ അടങ്ങിയ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ ഞാൻ ശ്രമിക്കാം.